നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് വല്ലച്ചിറ പഞ്ചായത്തുകളിൽ വികസന സെമിനാർ അവതരിപ്പിച്ചു. ചേർപ്പിൽ CC മുകുന്ദൻ MLAയും വല്ലച്ചിറയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണനും സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് മേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഭരണി ആഘോഷിച്ചു. ഭരണി കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് വിപുലമായ ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നത്. ചേർപ്പ് തായകുളങ്ങര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ലക്ഷം ദീപം തെളിയിച്ചു. തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ലക്ഷദീപം തെളിയിക്കലിനാണ് തുടക്കമായത്. വാർത്തകൾ വിശദമായി. ഡയാലിസിസ് പാലിയേറ്റീവ് രോഗികൾക്ക് ധനസഹായം ഉൾപ്പെടെ പ്രഖ്യാപിച്ച് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മണ്ഡലത്തിലെ ഒരു ചേർപ്പ് പഞ്ചായത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് എപ്പോഴും മനസ്സ് വേദനിക്കാറുണ്ട്. ഞാൻ അപ്പം തന്നെ പത്രത്തോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, വരും കാലങ്ങളിൽ നമ്മുടെ ഈ ഗ്രൗണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മറന്നെങ്കിലും അത് നടപ്പിലാക്കും എന്ന രീതിയിൽ അവരോട് ഞാൻ പറയുകയുണ്ടായി. പത്രത്തിലൊക്കെ ന്യൂസ് വന്നതാണ്. മഹാത്മാ മൈതാനം നവീകരിക്കാൻ 1 കോടി രൂപ, ഈ ഇത് നമ്മുടെ ഗ്രൗണ്ട് നവീകരിക്കാൻ 1 കോടി രൂപ നമ്മുടെ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന് അനുവദിക്കും എന്നൊരു പ്രഖ്യാപനം നടത്തി. അതിൽ ഉൾക്കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഇപ്പോൾ 4 വർഷമായി MLA സ്ഥാനം വഹിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ആകെ ഞാൻ ലിസ്റ്റ് എടുത്തത് 62,95,00,000 രൂപയുടെ ചേർപ്പിൻ്റെ വികസനത്തിൽ MLAയുടെ പങ്കാളിത്തം നടക്കുകയാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ജലജീവ പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. 47 കോടിയാണ് ഇപ്പോൾ നമ്മുടെ വിവിധ മേഖലയിൽ കുടിവെള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. അതാണ് ഏറ്റവും വലിയൊരു പദ്ധതിയായി നമ്മുടെ പ്രദേശത്ത് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ 2025-26 വർഷം നടപ്പിലാക്കുന്ന വികസന ക്ഷേമ പദ്ധതികളുടെ അവതരണം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യ രമേശ് നിർവഹിച്ചു. പാലിയേറ്റീവ് പരിചരണം, ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായം, ഭിന്നശേഷി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് തുടങ്ങി 3.74 കോടി രൂപയുടെ ക്ഷേമ പദ്ധതികളും, നെൽകൃഷി ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയ്ക്ക് 1 കോടിയും, റോഡുകൾ, കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണി എന്നിവയ്ക്കായി 2.45 കോടി രൂപയും ഉൾപ്പെടുത്തി 7 കോടി രൂപയുടെ വികസനക്ഷേമ പദ്ധതികളാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കല്ലിയത്ത് അധ്യക്ഷത വഹിച്ചു. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ജലജീവൻ മിഷൻ പദ്ധതിയിലൂടെ നമ്മൾ റോഡുകളെല്ലാം പൊളിച്ച് പൈപ്പ് ഇട്ടു. പക്ഷേ റോഡുകൾ നന്നാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. വാട്ടർ അതോറിറ്റികൾ പറയുമ്പോൾ അവർ പറയുന്നത് അവർ ടെൻഡർ ചെയ്തപ്പോൾ ആരെടുത്തില്ല എന്നുള്ളതാണ്. അവർ ടെൻഡർ ചെയ്തത് പഞ്ചായത്തോ മറ്റുള്ളവരോ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പം അവരുടെ ടെൻഡറിൽ അതിൻ്റെ സമയപരിധി കഴിഞ്ഞു. ഇനി വീണ്ടും അവർക്ക് അനുമതി കിട്ടിയിട്ട് വേണം ടെൻഡർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ്. കുറച്ച് ഭാഗമാണ് വെള്ളത്തിന് വേണ്ടി പൊളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് പകുതിയോളം ഭാഗമായിട്ട് മാറിയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം ഇനി ചെയ്യുമ്പോൾ ശരിക്കും പുതിയ റോഡ് ചെയ്യേണ്ട രീതിയിലേക്ക് ഓരോ റോഡുകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് VN സുരേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ചാക്കേരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മൃഗസംരക്ഷണം, ബാലപഞ്ചായത്ത്, പശ്ചാത്തല വികസനം എന്നിവയ്ക്ക് പ്രാമുഖ്യം നൽകി വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത ഒരാളെന്നുള്ള രീതിയിൽ അന്നത്തെ എല്ലാ പരിപാടികളിലും വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഏതൊരു പരിപാടി ആരംഭിക്കുമ്പോഴും ആ പരിപാടികൾക്കൊക്കെ വലിയ ജനപങ്കാളിത്തം ഉണ്ടാവാറുണ്ട്.
ഇപ്പോൾ കുറഞ്ഞു പോകുന്നു എന്നുള്ള ആശങ്ക അതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും മാനസികമായിട്ടുണ്ടാകും. വ്യത്യസ്ത കാരണങ്ങളാണ് അതിനൊക്കെ ഹേതുവായിട്ടുള്ള കാര്യം. അപ്പം അത് 96 ആരംഭിക്കുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുള്ളൂ. ആ ലക്ഷ്യം എന്ന് പറയുന്നത് 25 വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ പരിശോധിക്കുമ്പോൾ അത് നേരത്തെ ഇക്കണോമിക് റിവ്യൂവിൽ സൂചിപ്പിച്ച സുസ്ഥിര വികസന സൂചികയുടെ അടുത്തെത്താവുന്ന രീതിയിലാണ് കേരളത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന പരാമർശം ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജനകീയാസൂത്രണ പ്രസ്ഥാനമാണ്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ല. ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ വ്യത്യസ്തങ്ങളായ രൂപഭേദങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നത് കേരളത്തിൻ്റെ തന്നെ നേരത്തെ പറഞ്ഞ ജനകീയ ക്യാമ്പയിൻ എന്ന് പറയുന്ന വ്യത്യസ്ത ആശയം കൊണ്ടും മാത്രം കൂടിയാണ് അത് വിജയിപ്പിച്ചെടുക്കാൻ. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ളതിനാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുൻപ് തന്നെ പദ്ധതി രൂപീകരണവും അത് നിർവഹണവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളെല്ലാം തന്നെ മുഴുവനാക്കാൻ സാധിച്ചില്ലെങ്കിലും തുടക്കം കുറിക്കുക അല്ലെങ്കിൽ അതിൻ്റെ നിർവഹണ ഘട്ടത്തിലേക്ക് കടക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇത് വിളിച്ചു ചേർത്തിട്ടുള്ളത്. നമുക്കറിയാം, ഈ വരുന്ന 25-26 വർഷം അത് പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ട് മുഴുവനായും ഈ ഭരണസമിതിക്ക് നടപ്പാക്കാൻ സാധിക്കില്ല. എന്നിരുന്നാലും പുതിയ ഭരണസമിതി വരുമ്പോഴേക്കും നമ്മൾ നിർവഹണം കൃത്യമായിട്ട് നടക്കേണ്ടതുണ്ട്. ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ തുടർന്ന് തന്നെ ആ ഏപ്രിൽ മാസത്തിൽ തന്നെ മിക്കവാറും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഉള്ളതുകൊണ്ട് ഈ പരിപാടികളെല്ലാം തന്നെ വളരെ വേഗത്തിലും സുഗമവുമായി നടത്തി തീർക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതി രൂപീകരണം തികച്ചും ജനകീയമായി തന്നെ ജനകീയാസൂത്രണ പദ്ധതികളാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. നിരന്തരം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഗ്രാമസഭകളും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരന്തരം വരുന്ന പ്രശ്നങ്ങൾ അതിനതിജീവിച്ച് കടന്നു പോവുക എന്നുള്ളതാണ് നമ്മുടെ മുൻപിലുള്ള ലക്ഷ്യം. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ ശങ്കരനാരായണൻ പദ്ധതി രേഖ അവതരിപ്പിച്ചു. റോഡ്, കൃഷി, മൃഗസംരക്ഷണം എന്നിവയ്ക്കും മികച്ച ബാലപഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള പദ്ധതിക്കും വികസന സെമിനാറിൽ പ്രാമുഖ്യം നൽകിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് തൊഴിൽ പരിശീലനവും കൃഷി പാഠ്യശാല, അഗ്രോ ഫാർമസി തുടങ്ങിയ പദ്ധതികൾക്കും പ്രാമുഖ്യം നൽകി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ബാബു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PS നിഷ, സന്ധ്യാകുട്ടൻ, വല്ലച്ചിറ പഞ്ചായത്ത് സെക്രട്ടറി കെ ബിന്ദു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ NT സജീവൻ, വിശ്വൻ ചക്കോത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ CR മദൻ മോഹൻ, TB സുബ്രഹ്മണ്യൻ, കവിത ജോസ്, രതി ദേവി, സരിത വിശ്വൻ, K രവീന്ദ്രനാഥൻ, ബെന്നി തെക്കിനിയത്ത്, KV പ്രിയ, VK രാജൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് മേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഭരണി ആഘോഷിച്ചു. ഭരണി കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് വിപുലമായ ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നത്. ഭരണി ദിവസമായ ബുധനാഴ്ച രാവിലെ നവകം, പഞ്ചഗവ്യം എന്നിവ നടന്നു. തുടർന്ന് ഭക്തിസാന്ദ്രമായ എഴുന്നള്ളിപ്പിന് പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെയും സതീശന്മാരാരുടെയും പ്രാമാണികത്വത്തിൽ മേളം അകമ്പടിയായി. വൈകിട്ട് എഴുന്നള്ളിപ്പ് നടന്നു. പഞ്ചവാദ്യത്തിന് പരക്കാട് തങ്കപ്പന്മാരാർ, പെരുവനം സതീശന്മാരാർ എന്നിവർ പ്രാമാണികരായി. വൈകിട്ട് നിറമാല, തായമ്പക തുടങ്ങിയ പരിപാടികൾ നടന്നു. 6ാം ദിവസമായ വ്യാഴാഴ്ചയാണ് കാർത്തികവേല. ചേർപ്പ് തായങ്കുളങ്ങര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ലക്ഷദീപം തെളിയിച്ചു. തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ലക്ഷദീപം തെളിയിക്കലിനാണ് തുടക്കമായത്. ക്ഷേത്രം തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാട് ദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രം നടവഴി ഭക്തരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലക്ഷദീപം 9-ന് സമാപിക്കും. പെരിഞ്ചേരി ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിൽ 103-ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃദിനവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. തൃശൂർ അതിരൂപത സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. 103 വർഷങ്ങൾ
എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, എത്ര തലമുറകളാണ് ഈ വിദ്യാലയത്തിൽ വിദ്യ അഭ്യസിച്ചുകൊണ്ട് കടന്നു പോയിട്ടുള്ളത്. അവരിതിലൂടെ കടന്നു പോകുക മാത്രമല്ല, നമ്മുടെ ഈ പെരിഞ്ചേരിയും ഇതിന് ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ഒരു നല്ല സംസ്കാരം വളർത്തിയെടുക്കാൻ, മൂല്യവത്തായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ വേണ്ട എല്ലാവിധത്തിലുള്ള സ്രോതസ്സും ആയിക്കൊണ്ട് ഈ വിദ്യാലയം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നാട് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വിദ്യാലയത്തിൻ്റെ 103-ാം വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. ഒരുപാട് പ്രതിഭകളെ വളർത്തിയെടുത്ത സ്കൂളാണ്. കുറേ പേര് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, കുറേ പേര് ഇവിടെ എത്താത്തവരുണ്ട്, എത്താൻ സാധിക്കാത്തവരുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ പ്രശസ്തി നാൾക്ക് നാൾ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന നമ്മുടെ ഒരു ടീച്ചറാണ് ജെസ്സി ടീച്ചർ. ജെസ്സി ടീച്ചറുടെ 37 വർഷത്തെ സേവനത്തിൽ 33 വർഷവും നമ്മുടെ സ്കൂളിൽ തന്നെ ചിലവഴിക്കാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതൊരു പക്ഷേ അപൂർവം ടീച്ചേഴ്സിന് മാത്രം ലഭിക്കുന്ന ഒരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതും സ്വന്തം വീടിൻ്റെ പരിധിയിൽ, താമസ സ്ഥലത്തിൻ്റെ പരിധിയിൽ ഉള്ള ഒരു സ്കൂളിൽ ഇത്രയും വർഷം ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക, ഇവിടെ നിന്ന് തന്നെ പിരിഞ്ഞു പോകാനായിട്ട് സാധിക്കുക, അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഫാദർ പോൾ താണിക്കൽ വാർഷിക ദിനപത്രം പ്രകാശനം ചെയ്തു. കോർപ്പറേറ്റ് മാനേജർ സിസ്റ്റർ റാണി കുര്യൻ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. ചേർപ്പ് AEO സുനിൽ കുമാർ എൻഡോമെന്റ് വിതരണം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സുധി ശിവശങ്കരൻ പ്രതിഭകളെ ആദരിച്ചു. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ഫാദർ ജിൻഡോ ചെറുമേൽ സമ്മാനം വിതരണം ചെയ്തു. ജോയ് മുത്തുപീടിക, BRC ക്ലസ്റ്റർ കോർഡിനേറ്റർ ദിവ്യ, ക്രൈസ്റ്റ് കിങ് കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ഫെമി നീലങ്കാവ്, മുൻ PTA പ്രസിഡന്റ് TV ബിജു, MPTA പ്രസിഡന്റ് ജിജി റീജൻ, സ്റ്റാഫ് സെക്രട്ടറി ജൻസി, സ്കൂൾ ലീഡർ ഹൈൻ റാഫേൽ സോജൻ, KG വിഭാഗം ലീഡർ KS പ്രിയനന്ദ എന്നിവർ സംസാരിച്ചു. സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം തരള മധുര മുരളി ഉണര് പ്രണയഭരിത കവിതയുണര് മനസ്സു നിറയും അതുല ഹരിത മതമഹോത്സവം വരവീണകൾ മൃദുവാണികൾ മതമൊടു തിരുവടി തൊടുതട് ശ്രുതി ചേരണ മലിമോണതിൽ അനുപദമഴകായി മതിമുഖി മമ സഖിമയിൽ നടയിവളുടെ നടനം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം 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 ദ്രുതതാളം. പെരുമ്പളിശ്ശേരി ശ്രീ മുത്താരമ്മൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം ഭക്തിസാന്ദ്രമായി. ചൊവ്വാഴ്ച മുത്താരമ്മൻ ദേവിക്ക് അലങ്കാര ദീപാരാധന നടത്തി. പെരുമ്പളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രാങ്കണത്തിൽ നിന്നും കരകം നിറച്ചു. ഉടുക്കുപാട്ട്, പമ്പമേളം, നാദസ്വരം എന്നിവയുമുണ്ടായിരുന്നു. ബുധനാഴ്ച ക്ഷേത്രസന്നിധിയിൽ മഞ്ഞൾ നീരാട്ടും ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ അമ്മനാറാട്ടും നടന്നു.
അവണിശ്ശേരി സെന്റ് ജോസഫ് പള്ളിയിലെ വികാരിയായിരുന്ന ഫാദർ ലിജോ ചാലിശ്ശേരിക്ക് യാത്രയയപ്പ് നൽകി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം KV പ്രദീപാണ് യാത്രയയപ്പ് നൽകിയത്. അവണിശ്ശേരിയിലെ നമ്മളെ സെന്റ് ജോസഫ് ചർച്ചിലെ നമ്മുടെ ലിജോ അച്ഛൻ ഇന്ന് ഇവിടുത്തെ പ്രിയപ്പെട്ടവനായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് വേറെ ഒരു ചർച്ചിലേക്ക് മാറിപ്പോകുന്നു. പൊതുവെ അവണിശ്ശേരിക്കകത്ത് ഒരുപാട് അച്ഛന്മാരിങ്ങനെ മാറി മാറി വരുന്നുണ്ടെങ്കിൽ കൂടി ലിജോ ഫാദർ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിനകത്തേക്ക് എല്ലാവരുടെയും മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അവണിശ്ശേരി പഞ്ചായത്തിന്റെ ഒരു പൊതുവികസന രംഗത്തും പൊതുപരിപാടികൾക്കകത്തൊക്കെ ഈ പള്ളിയുടെ മഹനീയമായ സാന്നിധ്യം ലിജോ അച്ഛന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ മികവറ്റ രീതിയിലേക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട്. അവണിശ്ശേരി പഞ്ചായത്തിന്റെ വിവിധ പരിപാടികളൊക്കെ നിറഞ്ഞ സാന്നിധ്യമായിരുന്നു നമ്മളുടെ അച്ഛൻ്റേത്. അതോടൊപ്പം തന്നെ വളരെ പാവപ്പെട്ട ആളുകളോടൊത്തും സാധാരണ രീതിയിലുള്ള ജനവിഭാഗങ്ങളോടൊക്കെ വളരെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ പ്രയാസങ്ങളും അതുപോലെ തന്നെ സന്തോഷങ്ങളൊക്കെ അദ്ദേഹം നിറഞ്ഞു നിന്ന ഒരു സാന്നിധ്യമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ അവണിശ്ശേരി പഞ്ചായത്തിന്റെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു യാത്രയയപ്പ് കൊടുക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം തൃശൂർ മേരിമാത മേജർ സെമിനാരിയിലേക്കാണ് ഫാദർ ലിജോ ചാലിശ്ശേരി സ്ഥലം മാറിപ്പോകുന്നത്. ജോസ് മൂക്കനാടൻ, സിസ്റ്റർ സെലീന, സിസ്റ്റർ സീന, സജീവ് തെക്കിനിയത്ത്, KO വർഗീസ്, സജി ഫ്രാങ്കോ, ഷീല, റോണിയ സിജോഷ്, സിമി ആനന്ദ്, പ്രീന ജിക്സൺ, ലുബീന, സെബീന എന്നിവർ പങ്കെടുത്തു. ഓട്ടോ ദേഹത്തിടിക്കാൻ വന്നുവെന്നാരോപിച്ച് യാത്രക്കാരനെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. ചേനം സ്വദേശിക്ക് സാരമായി പരിക്കേറ്റു. കോടന്നൂർ ബാറിലെത്തിയ യുവാക്കളാണ് അതിക്രമം കാട്ടിയത്. സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്ത്. സംഘം ചേർന്നുള്ള ആക്രമണത്തിൽ ഓട്ടോ യാത്രക്കാരനായ ചേനം ചെമ്പിപ്പറമ്പിൽ രാധാകൃഷ്ണന്റെ മകൻ 30 വയസ്സുള്ള അഖിൽ കൃഷ്ണയ്ക്കാണ് പരിക്കേറ്റത്. ഇക്കഴിഞ്ഞ 2-ാം തീയതി കോടന്നൂരിലെ ബാറിന് മുന്നിലാണ് സംഭവം. കണ്ണിനും മൂക്കിനും ചെവിക്കും സാരമായി പരിക്കേറ്റ അഖിൽ കൃഷ്ണ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തി. ഓട്ടോ ദേഹത്തിടിക്കാൻ വന്നുവെന്നാരോപിച്ച് ഓട്ടോ ഡ്രൈവറുമായി ഉണ്ടായ തർക്കത്തെ തുടർന്ന് അതിൽ ഇടപെട്ട അഖിലിനെ സംഘം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ചേർപ്പ് പോലീസ് കേസെടുത്തു. 9 പേരടങ്ങുന്ന സംഘമാണ് മർദ്ദിച്ചതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായതായി പോലീസ് പറഞ്ഞു. സംഭവത്തിൽ പ്രതികളായ പള്ളിപ്പുറം സ്വദേശികളായ യുവാക്കൾ എല്ലാവരും ഒളിവിലാണെന്നും പോലീസ് പറഞ്ഞു. വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തിനായി മാറ്റിയിട്ട മൺകൂനയിലേക്ക് ബൈക്ക് ഇടിച്ചു കയറി യുവാവിനെ പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരനായ മണ്ണാർക്കാട് സ്വദേശി 32 വയസ്സുള്ള അസ്ലമിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ അസ്ലമിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു അപകടം. എറണാകുളത്തെ ലുലു മാളിലെ ജീവനക്കാരനായ അസ്ലം ജോലിക്ക് പോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. വാൽപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വിദേശ സഞ്ചാരി കൊല്ലപ്പെട്ടു. ജർമ്മൻ പൗരനായ മൈക്കിളാണ് മരണപ്പെട്ടത്. പൊള്ളാച്ചിയിൽ നിന്നും വാൽപ്പാറയിലേക്ക് ബൈക്കിൽ സഞ്ചരിച്ച മൈക്കിൾ കാട്ടാനയുടെ മുന്നിൽ പെടുകയായിരുന്നു. വാട്ടർഫാൾ എസ്റ്റേറ്റിന് സമീപത്ത് വെച്ചാണ് ആന മൈക്കിളിനെ ആക്രമിച്ചത്. റോഡിൽ നിന്നിരുന്ന ആനയെ കണ്ട മറ്റു വാഹനങ്ങൾ അകലം പാലിച്ചുകൊണ്ട് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഇതുവഴി ബൈക്കിലെത്തിയ മൈക്കിളിന് മറ്റ് യാത്രക്കാർ മുന്നോട്ട് പോകരുതെന്ന നിർദ്ദേശം നൽകിയെങ്കിലും അത് അവഗണിച്ച് മുന്നോട്ട് പോയതിനെ തുടർന്നാണ് ആന മൈക്കിളിനെ ആക്രമിച്ചത്. പരിക്കേറ്റ മൈക്കിളിനെ ഉടൻ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് സാരമായതിനാൽ പൊള്ളാച്ചിയിലേക്ക് കൊണ്ടുപോയി. യാത്രാമധ്യേ മരിക്കുകയായിരുന്നു. ദേശീയപാത 66 ചന്ദ്രാപ്പനി 17-ാം കല്ലിൽ നിയന്ത്രണം വിട്ട ജീപ്പ് മറിഞ്ഞു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബുധനാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു അപകടം. മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ മഹീന്ദ്ര ബൊലേറോ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. എറണാകുളത്തേക്ക് പോയിരുന്ന ജീപ്പിൽ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരായ മൻസൂർ, അബ്ദുൾ റഹ്മാൻ, താഹിർ എന്നിവരാണ് ഉണ്ടായിരുന്നത്. മുന്നിലൂടെ വന്ന സ്കൂട്ടർ റോഡിന് കുറുകെ വെട്ടിച്ചപ്പോൾ യാത്രക്കാരിയെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അപകടമുണ്ടായതെന്ന് ഡ്രൈവർ പറഞ്ഞു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7,905 രൂപ, പവന് 63,240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് വല്ലച്ചിറ പഞ്ചായത്തുകളിൽ വികസന സെമിനാർ അവതരിപ്പിച്ചു. ചേർപ്പിൽ CC മുകുന്ദൻ MLAയും വല്ലച്ചിറയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണനും സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് മേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഭരണി ആഘോഷിച്ചു. ഭരണി കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് വിപുലമായ ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നത്. ചേർപ്പ് തായകുളങ്ങര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ലക്ഷം ദീപം തെളിയിച്ചു. തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ലക്ഷദീപം തെളിയിക്കലിനാണ് തുടക്കമായത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.